ഫ്രണ്ട്സ്, ബൂണി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ പഠിച്ചു. അതേപോലെ തന്നെ ഡാറ്റാബേസിൽ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. നമ്മൾ കസ്റ്റമർ എന്നുള്ള ടേബിളാണ് ക്രിയേറ്റ് ചെയ്തത്. അതിലെ കോളംസ് നെയിം എന്തെല്ലാം വേണം, അതിൻ്റെ എങ്ങനത്തെ കോളംസ് ആണ് ഉണ്ടാക്കേണ്ടതെന്നെല്ലാം നമ്മൾ അതിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്ത ടേബിള് എങ്ങനെ ഡാറ്റകൾ ഇൻസേർട്ട് ചെയ്യാം. ഈ രണ്ട് ഐഫോൺ ഇട്ടാൽ അത് കമാൻഡ് ആയിട്ടാണ് SQL കരുതുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കമാൻഡ് ആയിട്ട് ഒഴിവാക്കിയിട്ട് പോകും. ഹൗ ടു ഇൻസേർട്ട് ഡാറ്റാസ് ഇൻടു എ ടേബിൾ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമാൻഡാണ് ഇൻസേർട്ട് ഇൻടു, പിന്നെ ടേബിൾ നെയിമാണ് ഇതിൻ്റെ. ഇവിടെ ഇൻസേർട്ട് ഇൻടു കസ്റ്റമർ എന്നല്ല, ടേബിളിൻ്റെ നെയിം കസ്റ്റമർ. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് ദെൻ ഓപ്പൺ ദ ബ്രാക്കറ്റ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്താ പറയുക, ID വേണ്ട, ID ഓട്ടോമാറ്റിക് ഇൻക്രിമെൻ്റ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, DOB ഇതെല്ലാം കോമ ഇട്ടിട്ട് എഴുതണം. അത് ഞാനിവിടെ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ കോപ്പി പേസ്റ്റ് എടുക്കും. ഓക്കെ, എന്നിട്ട് അതെല്ലാം എഴുതിയതിന് ശേഷം ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ദെൻ ഇതൊക്കെ എന്താണ്, വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂസ് നോക്കുക. ദെൻ എന്നിട്ട് നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഏതൊക്കെ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം എഴുതും. അപ്പോൾ അതിന് ഓപ്പൺ ദ ബ്രാക്കറ്റ്. പിന്നെ ഈ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതെല്ലാം എന്താക്കണം, നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചതുണ്ട്, അത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് ഞാൻ വീഡിയോ ലെങ്ത് കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട, ഫസ്റ്റ് നെയിം ID നമ്മൾ എഴുതണ്ട, ID ഓട്ടോമാറ്റിക് ഇൻക്രിമെൻ്റ് ആവും. 1 മുതൽ ഇൻക്രിമെൻ്റ് ചെയ്തോളൂ. ഓക്കെ, ഫസ്റ്റ് നെയിം എന്നുള്ളത് ക്യാരക്ടറാണ്. അപ്പോൾ ഞാനത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ മൈക്ക് എന്ന് കൊടുത്തു, എന്നിട്ട് കോമന്റ്. ദെൻ സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളത് ക്യാരക്ടറാണ്. 30 എണ്ണം ഉണ്ട്, 30 മാക്സിമം 30 ക്യാരക്ടർ വരെ പോവാം. അത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ സ്പോട്ടിന് കൊടുത്തു. പിന്നെ ഏജ് എന്നുള്ളത് ഇൻ്റാണ്, അപ്പോൾ സിംഗിൾ കോട്ട് വേണ്ട, വെറുതെ 25 എന്ന് കൊടുത്തു. പിന്നെ ജെൻഡർ എന്നുള്ളത് ഇനം എന്നാണ്, അത് മെയിൽ ഓർ ഫീമെയിൽ എന്നല്ല. അപ്പോൾ ഞാനിവിടെ മെയിൽ സിംഗിൾ കോട്ടിൻ്റെ ഉള്ള ക്യാപിറ്റൽ M കൊടുത്തു. പിന്നെ ഫോൺ നമ്പർ എന്നുള്ള 10 അക്ക നമ്പറാണ്, യൂണീക്കാണ് നമ്പറാണ്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാൻ പറ്റില്ല. ഓക്കെ, അത് ഒഴിവാക്കിയിട്ടാണ് ടേബിൾ വർക്ക് നെയിം, ഈ കോഡ് വർക്കാവില്ല. അപ്പോൾ അത് ഞാനിവിടെ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ 10 നക്ക നമ്പർ ആയിരുന്നു. പിന്നെ ഇമെയിൽ ID വാർക്കാർ 30 വരെ പോകാം, അത് ഞാനൊരു ഇമെയിൽ ID john@gmail.com എഴുതി. ദെൻ പിന്നെന്താ ഉള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഫോർമാറ്റിൽ, ആദ്യം ഡേറ്റ്, ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേറ്റ്, ആ രീതിയിലുള്ളത്. പിന്നുള്ളത് അഡ്രസ്സാണ് അല്ലേ, അഡ്രസ്സ് അത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കോമിട്ടാൽ ഒരു റോ ഫില്ല് ചെയ്ത്, ഇതേപോലെ ഞാൻ 10 റോസാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ, 10 റോസ് ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. മൈക്കിന് ജെയിന് 2, ഡേവിഡ് 3, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. സാറ, മൈക്കിൾ, എമിലി, ഡാനിയൽ, ഒലീവ, മാത്യു, സോഫിയ. ഓക്കെ, അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ നിർത്തുമ്പോൾ സെമിക്കോളൻ ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ടേബിളിലെ ഡാറ്റ എല്ലാം എഴുതി, എന്നിട്ട് അതെല്ലാം സെലക്ട് ചെയ്യാം, ഡാറ്റാബേസ് വരെ സെലക്ട് ചെയ്യണം, എന്നിട്ട് റൺ അടിക്കാം. ഓക്കെ, റൺ അടിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഇൻടു ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കൂടെ റീഫ്രഷ് ചെയ്യാം.
എന്നിട്ട് ടേബിൾ അവിടെ കസ്റ്റമർ എന്നുള്ള ടേബിൾ എടുക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യല്. അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ടേബിളില്ലേ, ഈ ടേബിളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇതിൻ്റെ സ്ട്രക്ചർ മാത്രം മതി. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയാണ്: ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ജെൻഡർ, ഫോൺ നമ്പർ, ബാക്കി സാധനങ്ങൾ കൂടി ഉണ്ട്. ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്. ഓക്കെ, അത്ര ആ സാധനങ്ങൾ മാത്രം മതി. ബാക്കിയുള്ള ഡാറ്റകളെല്ലാം എന്താക്കണം, എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടി നമ്മൾ ഇതെടുക്കും, ടേബിൾ കമാൻഡ് ചെയ്തുള്ള സ്ഥലത്ത് എടുക്കുക. അത് കമാൻഡ് ചെയ്തുള്ള എടുക്കൽ ഇവിടെ മുകളിൽ നോക്കിയാൽ മതി. SQL ഫയൽ 24. നമ്മൾ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നെക്സ്റ്റ് ഒരു വിൻഡോയിലാണ് ഇത് ടേബിൾ വരുന്നത്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതിലേക്ക് എനിക്ക് എങ്ങനെ എഴുതണം, എനിക്ക് ഇതിന് ടേബിളിൻ്റെ സ്ട്രക്ചർ മാത്രം വേണം, ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യണം. അതിന് ഞാൻ എഴുതുന്ന കമാൻഡാണ് ട്രങ്കേറ്റ്. ട്രങ്കേറ്റ് ചെയ്തിട്ട് എന്താണ് സ്ട്രക്ചർ, ടേബിളിൻ്റെ സ്ട്രക്ചർ അല്ലേ വേണ്ടത്. അപ്പോൾ ടേബിൾ ചെയ്തു, ടേബിൾ, ദെൻ ഏതാണോ ഏതിൻ്റെ ഡാറ്റ ഡീറ്റെയിൽസ് ആണോ പോകേണ്ടത് അതിൻ്റെ നെയിം ചെയ്തത് കസ്റ്റമേഴ്സ്. ഓക്കെ, ദെൻ സെമിക്കോൺ. എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി, എല്ലാം സെലക്ട് ചെയ്യണ്ട. ഇത് മാത്രം സെലക്ട് ചെയ്ത് റൺ അടിച്ചാൽ ഓക്കെ, ട്രങ്കേറ്റ് ടേബിൾ കസ്റ്റമർ ഈസ് അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിട്ടുണ്ട്. അതിന് ഇവിടെ കണ്ടില്ലേ ശരി എന്നുള്ള ടിക്ക് മാർക്ക് ഉണ്ടാവും. എന്നിട്ട് ഞാനിവിടെ റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തിട്ട് കസ്റ്റമർ ഇതാണ് ടേബിൾ, ഇതിൻ്റെ ടേബിൾ എടുത്തത് കണ്ടോ, ഫുൾ ഡീറ്റെയിൽ ഇവിടെ പോയി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ വരുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.